ആരെ പിരിയും? അച്ഛനെയോ അതോ കാമുകിയെയോ? ആരെയും പിരിയാൻ വയ്യ. സ്വാമി തന്നെ ഒരു പോംവഴി ഉണ്ടാക്കി തരണം. ഇനി പ്രണയ വഴി തന്നെ ആവട്ടെ പോംവഴി. കൃഷ്ണനെ നാം അന്വേഷിച്ചു എന്ന് പറയുക. ശരി, വഴി തടസ്സം തീരുമോ നോക്കാം. ശരി സ്വാമി. ഒരു പ്രശ്നത്തോടും സ്വാമി മുഖം തിരിക്കുന്നില്ല, വാതിലടയ്ക്കുന്നില്ല. അത് സാരമുള്ളതായാലും നിസ്സാരമായാലും. കണ്ണ് തുറന്നിരുന്ന ചുറ്റുപാടുമുള്ളതെല്ലാം കാണേണ്ടി വരും. കാത് തുറന്നിരുന്ന കേൾക്കേണ്ടിയും വരും. അത് തന്നെയാ ജീവിതം. ആത്മീയതയും മറ്റൊന്നല്ല. സ്വാമി, നാം ജർമ്മനിയിൽ നിന്ന് ഇപ്പം മടങ്ങിയതേ ഉള്ളൂ. അപ്പോ കൃഷ്ണന്റെ കാര്യം ആലോചിച്ചു. തിരക്കില്ലാത്തപ്പോ ഇവിടെ ഇരുന്നോണ്ട് തന്നെ ഓരോ രാജ്യവും കാണും. അതൊരു രസവാ. സ്വാമി അന്വേഷിച്ചെന്ന് മകൻ വന്ന് പറഞ്ഞു. നല്ല ഉയരം, നിറയെ പൂവും കായും, പോരാത്തതിന് മധുര ഫലങ്ങളും. ഇതൊക്കെ പോരെ ഒരു മരത്തിന്? മതി സ്വാമി. കൃഷ്ണനും ഒരു ഫലവൃക്ഷമാ. പണമായി, മകനായി, പേരും പ്രശസ്തിയുമായി. ഇനി മകൻ ജീവിക്കട്ടെ സന്തോഷത്തോടെ. എന്താ? എല്ലാം സ്വാമി നിശ്ചയിച്ചാ മതി. താലി കെട്ടുന്നത് പെണ്ണിനെയല്ലേ, ജാതിയെയും മതത്തെയും രാജ്യത്തെയും ഒന്നും അല്ലല്ലോ. അല്ല സ്വാമി. ഈ ഭൂമി ഒരു വലിയ തറവാടാ. രാജ്യം, മതം, ജാതി തുടങ്ങി വരമ്പുകളൊക്കെ മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കുന്നതാ. ഹൃദയത്തിനതൊന്നുമില്ല. സ്വാമി പറയാൻ ഭാവിക്കുന്നത് മനസ്സിലായി. എന്റെ കണ്ണിപ്പ് തെളിഞ്ഞു. എനിക്ക് സമ്മതമാണ് സ്വാമി. ഇവിടെ വെച്ച് തന്നെ ആയാലോ? നമുക്കും അതാ ഇഷ്ടം. ശാരദാദേവിയുടെ കൽപ്പിതവും അതാവും. ഇത്തരമൊരു വിവാഹം ശാരദാമഠത്തിന് മുന്നിൽ ഇതാദ്യമാണ്. പെണ്ണ് ജർമ്മൻകാരിയാ. പെണ്ണിന്റെ പേര് മാർഗരറ്റ്. ക്രിസ്ത്യാനിയാണ്.
പ്രമുഖരെല്ലാരും ഉണ്ടല്ലോ. കൃഷ്ണമോലാളിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞ ശേഷം അദ്ദേഹം സമ്മതിച്ചത്. മാറ്റത്തിന്റെ ഒരു തീജ്വാലയല്ലേ ഗുരു, ഈ എലുകൾക്ക് പിടിച്ചേൽക്കാനാവില്ലല്ലോ. ജാതി വ്യത്യാസങ്ങളില്ലാതാവണം. പാശ്ചാത്യരും പൗരസ്ഥരും ഒന്നിക്കണം. അപ്പം മനുഷ്യൻ ഒന്നാവും, ലോകവും ഒന്നാവും. ഇവിടെ മാർഗരറ്റും കരുണാകരനും പാശ്ചാത്യയും നാട്ടുകാരനുമായി നമ്മൾ കരുതുന്നു. പക്ഷെ അവരുടെ നിറമല്ല കാണേണ്ടത്. ഭേദചിന്തകൾ ഒന്നൊന്നായി ഒഴിയണം. ആരും വ്യത്യസ്തരല്ല, എല്ലാവരും ഒന്നാണെന്ന ബോധം, അതാണ് ആവശ്യം. ഈ നിമിഷം ചരിത്രമാവട്ടെ. മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒഴിഞ്ഞു. തൃപ്പാദങ്ങളുടെ അനുഗ്രഹത്താൽ ഇതൊരു ചരിത്രം തന്നെയാകട്ടെ. Swamiji, you gave me a new vision, new life, and thank you so much. യ്യോ. സ്വാമി, പ്രതീക്ഷിച്ചതിനേക്കാൾ സംഭാവനകൾ വന്നു. അവർ ഒന്ന് തിട്ടപ്പെടുത്തട്ടെ. ഒന്നും
നമുക്ക് വേണ്ടിയല്ല, ശുഭകാര്യങ്ങൾക്ക് ജനം മനം നിറഞ്ഞ് കൈ അയഞ്ഞ് സഹായിക്കും. ലോകമെങ്ങും അങ്ങനെയല്ലേ? എങ്കിലും ഇവിടെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പണം രാപ്പകൽ പോലെ. നല്ല കാര്യങ്ങൾക്കാവുമ്പോ പകൽ പോലെ തെളിയും, കാഴ്ചകൾ മറയില്ല. അത് ശരിയാണ് സ്വാമി പറഞ്ഞത്. സ്വാർത്ഥത മൂത്ത പണം ഇരുട്ടാവും, പരസ്പരം കാണാൻ പറ്റില്ല, എല്ലാ കാഴ്ചകളും മറയും. അത്യാർത്തിയുടെ ഓരിയിടലുകൾ ഉയരും. സ്വാമി, ഇവിടെ കൊടുത്തോളൂ. ആ പൊതിയൊന്ന് തുറന്നു നോക്ക്. മറ്റു പൊതികളൊന്നും തുറന്ന് നോക്കുന്നില്ലല്ലോ സ്വാമി. അതുപോലെയല്ല ഈ പൊതി. തുറന്നു കാണണം. ഇത് നോക്ക്. ഇത് അയ്യേ കഷ്ടം. ഇത് നോക്ക്. ഇത് അയ്യേ കഷ്ടം. സ്വാമി, ഇത് 5 രൂപയുള്ളൂ. അടിയൻ പാവമാണ് സ്വാമി. അന്യരുടെ ക്ഷേമത്തിനുള്ള കാര്യല്ലേ. അടിയന്റെ ഏലസ് പണയം വെച്ചിട്ട് ഇത്രേ കിട്ടിയുള്ളൂ. ഇത് സ്വീകരിക്കണം. അതിങ്ങി തരൂ. നാം എപ്പോഴേ സ്വീകരിച്ചു കഴിഞ്ഞു. പണയം വെച്ച ഏലസ് തിരിച്ചെടുക്കണം. അതിനാ ഈ പണം തിരിച്ചു തന്നത്. ഇതുപോലൊരു ദൈവത്തെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സ്വാമി. സ്വാമിയെ സഹായിക്കണമെന്ന് അതിയായ മോഹമുണ്ട്, അതാ വന്നത്. ഈ പണം വച്ചോളൂ. ഇതിനേക്കാൾ എത്രയോ മൂല്യമുള്ളതാണ് സന്മനസ്. അത് നാം സമൂഹത്തിനായി നിക്ഷേപിക്കുന്നു. അതിന്റെ വില ആർക്കും മതിക്കാനാവും. സ്വാമിയെ സഹായിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കൂടുതൽ സമയം ജോലി ചെയ്ത് നോക്കി, എന്നിട്ട് ഇത്രയും പണം ഉണ്ടാക്കാനേ കഴിഞ്ഞുള്ളൂ. മകള് പണിഞ്ഞു തന്നത് ആ ഏലസ്. പണിയെടുത്തും ദിനം പോരുന്ന നമുക്കെന്തിനാ ഏലസ്? അത് സ്വാമിക്ക് സമർപ്പിച്ചാൽ എത്ര പാവങ്ങൾ കരകയറും. ഈ ജീവിതം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം വരട്ടെ. സ്വാമി എഴുന്നേറ്റെ. മനസ്സിൽ വല്ലാത്തൊരാശ. നാണുവിനെ ഒരിക്കൽ കൂടി കാണണമെന്ന് കണ്ടു പറഞ്ഞു തീർന്നതാണ്. എങ്കിലും മനസ്സിൽ പിന്നെയും ഒരു തോന്നൽ. അണിയൂരുന്ന് തുടങ്ങിയ ബന്ധമാണ്. അല്ല, പുറമേ അങ്ങനെ തോന്നാം. ഇത് ജന്മാന്തര ബന്ധമാണ്. അതിനൊരു പൂർണ്ണത വേണ്ടേ? അയ്യാ ഗുരുവിനൊപ്പം
മരുത്വാമലയിലും കാട്ടിലും മേട്ടിലുമെല്ലാം ഒപ്പം യാത്ര ചെയ്തില്ലേ? ആ, ഇപ്പോ ഒന്നുകൂടി കാണണമെന്ന് തോന്നുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ഇല്ല. വിദ്യാധിരാജ പരമ ഭട്ടാരക ചട്ടമ്പി സ്വാമികൾക്ക് ആ ആഗ്രഹമാകാം. നാണുവിനെ ഒന്ന് വിളിക്കാം. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മനസ്സല്ലേ? വേർതിരിവില്ലല്ലോ. വിളിക്കാം, നാണു വരും. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മനസ്സല്ലേ? വേർതിരിവില്ലല്ലോ. വിളിക്കാം, നാണു വരും. எப்பொருள் எத்தன்மைத்தாயினும் അപ്പൊരുൾ മെയ്പൊരുൾ കാൺപതറിവ്. തപോവിഘ്നം വലിയ അപരാധമാണ്. നാണുവിന് പഴിക്കാം, ശിക്ഷിക്കാം. തിരുക്കുറൾ കേട്ടപ്പോഴേ തോന്നി ചട്ടമ്പിയാണെന്ന്. തപസ്സിനിടയിൽ നാദം ശ്രദ്ധിച്ചോ? ഏകാഗ്രതയിൽ വിള്ളലോ? ഇന്ദ്രിയങ്ങൾ 5 അടച്ചാലും ആത്മാവ് ഉണർവിലല്ലേ? തപോലക്ഷണം കണ്ടാലറിയാം അതിന്റെ ദൈർഘ്യവും തീവ്രതയും. നാണുവിന്റെ വഴി വേറെയാണ്. ഞാൻ ഏതൊരാൾക്കൂട്ടത്തിലും ഏകാകി. കാട്ടിലെ ഒറ്റയാണ് നടപ്പ്. ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല. ഈയിടെ കാഴ്ച അല്പം കുറവാ. ഇത് ശിവഗിരിയിലെ സ്വാമിയാ. നാരായണ ഗുരുസ്വാമിയോ? അതെ. അപ്പോ നല്ല കാഴ്ചയുണ്ട്. വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഇവിടെ കുഞ്ഞൻ പറയാത്ത ദിവസങ്ങളില്ല. പഠിക്കുന്ന കാലത്ത് 2 ചട്ടമ്പികളല്ലേ? യഥാർത്ഥ ചട്ടമ്പി കുഞ്ഞമ്പിള്ളയായിരുന്നു, അറിവിലും കർമ്മത്തിലും. ഈയിടെ കുഞ്ഞിന് ദേശം ദീനക്കേടുകളാ, കോണിപ്പടി കാരണം. സ്വാമി ഇവിടെ ഇരുന്നാലും സ്വാമി. ചട്ടമ്പി സ്വാമികളെ.